ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ ഹനീത്ത് നിങ്ങൾ കണ്ട പോലെ തന്നെ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് സാധനം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനോരോ വെട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ, അപ്പോൾ വലിയ ഏലക്കായ ആണെങ്കിൽ 4-5 മതി. ഞാൻ ചെറുതാവുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ 1.5 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം മല്ലിയാണ് കേട്ടോ. മുഴുവൻ മല്ലി എടുക്കുക. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ചിക്കൻക്ക് നമുക്ക് ഈ ഒരു പൊടിച്ച ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആകെ ഇതും പിന്നെ ഒരു മാഗി ക്യൂബ് മാത്രമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാഗി ക്യൂബും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നമ്മൾ ആ ഒരു ഇങ്ങനെ വെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്ന രീതിക്ക് തന്നെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല മാത്രമാണ് നമ്മൾ ഈ ഒരു ചിക്കന് വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നല്ലതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് എടുത്തുകൊണ്ട് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവുന്നത് വരെ അത് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വേവുന്നത് വെച്ചാൽ ഞാൻ ആദ്യം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മറിച്ചിട്ട് കൊടുത്തത്. അതുപോലെ 5 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ ഇതൊരു സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 5.25 കിലോ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ ഉണ്ടോ, ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് ഇനി നമുക്ക് ഇതും 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഉപ്പില്ലെങ്കിൽ ഈ ടൈമിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണേ. ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ, വെന്തോ ഇല്ലേന്ന്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 3/4 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ള കുക്കർ. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഏത് കുക്കറാണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ടു. പിന്നെ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വയന്ന് കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് ആ തക്കാളിയില്ലേ അരച്ച് വെച്ചിരുന്ന ആ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എണ്ണ തെളിയുന്നത് പോലെ ആയി കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ. അപ്പം 5 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ ആ ഒരു വെള്ളമല്ലേ ബാക്കി വേവിച്ച് അതിൽക്കാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചോറിന് കൂടെ ഉള്ള വേണം. അപ്പോൾ ആ അരി വെന്ത് കിട്ടാനുള്ള ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോണ്ടു. എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ എരിവ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 പച്ചമുളക് കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അത് അവിടെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം മറ്റേ അടുപ്പിൽ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ നല്ല തീയിൽ തന്നെ വെച്ചിട്ട് 2 ഭാഗം ഒന്നിങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഫുൾ തീയിൽ വെച്ചാൽ മതി, ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കുക കേട്ടോ. വെന്ത ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് അത്ര ഇതിൽ കണ്ടില്ല. ഇതുപോലെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഉപയോഗിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ്. ചോറിനാണെങ്കിൽ ഇതിനൊക്കെ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കണ്ടോ ആ ഒരു വെള്ളം അപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഇതിലും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നടുവിലൊരു കുഴി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ തോരുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് ആ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അരി. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ 1 വിസിൽ കേട്ടോ, അത് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെത് പ്രഷർ കുക്കറാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. കണ്ട ചോറിൻ്റെ കുറച്ച് വെന്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വിസിലുണ്ടല്ലോ ഒഴിവാക്കണം കേട്ടോ. നമ്മൾ ഒരു വിസിലടിച്ചാൽ ആ വിസിൽ ഒഴിവാക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ചോറ് അതിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെന്ത് പോകും. അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് മാറ്റി വെക്കണം, അതിൽ നിന്ന് എടുത്ത് വെക്കാൻ പറയണത്. അപ്പോൾ ഞാനത് വിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്രക്കും ടേസ്റ്റാട്ടോ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടേനും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.